നടിയെ ആക്രമിച്ച കേസിൽ നാളെ സുപ്രധാന വിധി വരാൻ പോവുകയാണ്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് കുറുപ്പ് ചേരുന്നു. തിരിച്ചടിയാണെങ്കിൽ എന്താണ് തുടർ നടപടി? അപ്പീൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് എത്ര മേളിലോട്ട് വേണമെങ്കിലും പോവും. സുനിൽ ഇതിൻ്റെ അക്യൂസ്ഡ് അല്ല എന്നാണ് ഞങ്ങളുടെ കേസ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്നേ ദിവസം രാത്രി നടന്ന സംഭവങ്ങൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്കും മറ്റു കാര്യങ്ങളും ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ലേ? എനിക്ക് അതിൻ്റെ എവിഡൻസിലേക്ക് ഇപ്പോൾ പോകാൻ ഒക്കില്ല. നാളെ വിധി വന്നതിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് എനിക്ക് ഇപ്പോൾ അത് പറയാനൊക്കത്തില്ല. പക്ഷേ സുനിൽ അതിൽ ഇൻവോൾവ് അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കേസ്. അന്നേ ദിവസം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് തന്നെ വെച്ചോളൂ. അതെങ്ങനെയാണ്? കാരണം ഇത്രയധികം തെളിവുകൾ, എന്ത് തെളിവാണ് നിങ്ങൾക്ക്? ഒട്ടനവധി തെളിവുകൾ ഈ വാഹനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുനി അവിടെ നിന്ന് ഫോളോ ചെയ്തിട്ടുള്ള വിവരങ്ങൾ, കറുകുറ്റിയിലെ ആ ടെമ്പോ ട്രാവലർ, അതുമായി ബന്ധപ്പെട്ട സാക്ഷി വിവരങ്ങൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്കും അത് കോടതിയിലേക്കും എത്തിച്ചിട്ടില്ലേ? അത് കോടതി നോക്കട്ടെ. സുനിലിനെ അറിയില്ല എന്നാണ് ദിലീപ് അടക്കം നേരത്തെ പറഞ്ഞിരുന്നത്. അതിനോട് എന്താണ്? ദിലീപിനെ അറിയില്ല എന്ന് ഞങ്ങൾക്കൊരു കേസില്ല. ദിലീപിനെ അറിയാം സുനിക്ക്. കാരണം അവൻ മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു, അറിയുകയൊക്കെ ചെയ്യാം. കണ്ടിട്ടും ഒക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുമൊക്കെ ഉണ്ട്. ഇല്ലെന്ന് ഞങ്ങൾക്ക് കേസില്ല. ഈ പല സ്ഥലങ്ങളിലും ടവർ ലൊക്കേഷൻ അടക്കം ഒന്നുപോലെ വന്നിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പോലീസ് കണ്ടെത്തിയിരുന്നത്. അത് എനിക്ക് ഇത്തിരി, ഞാൻ അതാ പറഞ്ഞത്, അത് എവിഡൻസിലേക്ക് പോകേണ്ടി വരും. അത് സുനിലിൻ്റെ ഫോണല്ല എന്നാണ് ഞങ്ങളുടെ കേസ്. ഇവരൊരുമിച്ചുള്ള ദൃശ്യങ്ങളടക്കം അന്ന് ഒക്കെ ഇല്ല, ഒരു ദൃശ്യവുമില്ല സുനിലിൻ്റെ. തിരിച്ചടി നേരിട്ടാൽ അപ്പീൽ പോകും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.